ബിസ്നെക്സ്റ്റിലേക്ക് സ്വാഗതം. അടുത്തയാഴ്ച സാമ്പത്തിക മേഖലയിൽ എന്ത് സംഭവിക്കും? ഇന്ത്യയുടെ സാമ്പത്തിക കുതിപ്പിന് വിരാമമായോ? മോശം പ്രകടനം ഇനി എത്ര നാൾ തുടരും? സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് പ്രതീക്ഷകൾ അസ്തമിക്കുകയാണോ? സ്വർണ്ണവിലയിലെ ചാഞ്ചാട്ടങ്ങൾ നൽകുന്ന സൂചനയുണ്ട്. സ്വർണ്ണവിലയിലെ ചരടുവലികൾ ചൈനയിൽ നിന്നാണോ? മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയുടെ കയറ്റിറക്കങ്ങൾ എങ്ങനെ? വിപണിയിലെത്തുന്ന പുതിയ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ? കാണാം ബിസ്നെക്സ്റ്റ്. സെപ്റ്റംബറിലെ കണക്കനുസരിച്ച് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 7 പാദത്തിലെ ഏറ്റവും താഴ്ന്ന നിരക്കായ 5.4% ഇടിഞ്ഞു. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ പൂർവ്വസ്ഥിതിയിലെത്താൻ ഇനി എത്ര കാലം വേണ്ടിവരും? ഏറ്റവും പുതിയ GDP കണക്കുകൾ ഇന്ത്യയെ സംബന്ധിച്ച് ആശാവഹമായൊരു ചിത്രമല്ല മുമ്പോട്ട് വയ്ക്കുന്നത്. ജൂലൈക്കും സെപ്റ്റംബറിനുമിടയിൽ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 7 പാദങ്ങളിലെ ഏറ്റവും താഴ്ന്ന നിരക്കായ 5.4% ഇടിഞ്ഞു. കഴിഞ്ഞ വർഷത്തെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പ്രവചനം 7% GDPയിലെ ഈ ഇടിവ് ഗൗരവത്തോടെ കാണേണ്ടതാണെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഈ കണക്ക് ഒരു മാന്ദ്യത്തിന്റെ സൂചനയാണെന്നു പോലും കരുതുന്നവരുമുണ്ട്. ഇതിന് പല ഘടകങ്ങളും കാരണമാണെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നു. ഉപഭോക്തൃ ആവശ്യം ദുർബലമായി, സ്വകാര്യ നിക്ഷേപം വർഷങ്ങളായി മന്ദഗതിയിലാണ്, സർക്കാർ ചിലവുകൾ വർദ്ധിച്ചു, ഇന്ത്യയുടെ ചരക്ക് കയറ്റുമതി വളരെ കാലമായി ഇടിവിലാണ്, FMCG കമ്പനികളുടെ വിൽപ്പന ഇടിഞ്ഞു. RBI പോലും 2024-25 സാമ്പത്തിക വർഷത്തിലേക്കുള്ള വളർച്ചാ പ്രവചനം 6.6% കുറച്ചു. തിരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ചുള്ള പാദത്തിൽ സർക്കാർ ചെലവ് കുറച്ചതിന്റെ ഫലമാണിതെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറയുന്നു. 3-ാം പാദത്തിലെ വളർച്ച സമീപകാല ഇടിവ് നികത്തുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. എല്ലാ വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയായി തുടരുമെന്ന് സീതാരാമൻ അവകാശപ്പെടുന്നു. പണപ്പെരുപ്പം തടയുന്നതിന് സെൻട്രൽ ബാങ്ക് പലിശ നിരക്ക് നിയന്ത്രിച്ചു. 2 വർഷമായി നിരക്ക് മാറ്റമില്ലാതെ തുടരുന്നത് വളർച്ചയെ തടസ്സപ്പെടുത്തുമെന്ന വാദം ശക്തമാണ്. ഇടത്തരം ചെറുകിട വ്യവസായങ്ങൾ, കൃഷി എന്നിവയുൾപ്പെടെ വിപുലമായ അസംഘടിത മേഖല ഇപ്പോഴും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള പരിഷ്കാരങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. സ്വകാര്യ നിക്ഷേപം നിർണായകമാണ്. എന്നാൽ ശക്തമായ ഉപഭോഗ ആവശ്യമില്ലാതെ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള നിക്ഷേപമില്ലാതെ ഉപഭോഗ ആവശ്യം വീണ്ടെടുക്കാൻ കഴിയില്ല. ഈ വസ്തുതകൾ പരിഗണിക്കുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക ഉയർത്തെഴുന്നേൽപ്പ് അത്ര എളുപ്പമല്ല എന്ന് കരുതേണ്ടിയിരിക്കുന്നു. ചൈന വീണ്ടും സ്വർണം വാങ്ങിക്കൂട്ടുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ആഗോള വിപണിയിൽ നിന്ന് വരുന്നത്. അമേരിക്കൻ ഫെഡ് റിസർവ് നിരക്ക് കുറച്ചേക്കുമെന്ന പ്രതീക്ഷ സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കുകയാണ്. മാസത്തെ ഇടവേളയ്ക്ക് ശേഷം നവംബർ മുതൽ പീപ്പിൾസ് ബാങ്ക് ഓഫ് ചൈന കരുതൽ ശേഖരമായി സ്വർണം വാങ്ങിക്കൂട്ടാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇത് വില കൂട്ടിയേക്കുമെന്ന് തന്നെയാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. രാജ്യാന്തര വിലയ്ക്കനുസരിച്ച് ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ് സ്വർണ്ണവില. US പണപ്പെരുപ്പ ഡാറ്റ വന്നതിന് പിന്നാലെ 2 ആഴ്ചക്കിടെ ഉയർന്ന നിലവാരത്തിലേക്ക് രാജ്യാന്തര സ്വർണ്ണവില എത്തിയിരുന്നു. US ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന സാധ്യത വർദ്ധിച്ചതാണ് സ്വർണ്ണവിലയെ ഉയർത്തിയത്. പലിശ കുറയ്ക്കുന്നത് സ്വർണത്തിന്റെ ഡിമാൻഡ് ഉയർത്തുന്ന പ്രധാന ഘടകമാണ്. നിലവിൽ രാജ്യാന്തര വില ട്രോയ് ഔൺസിന് $2,685. നിലവിലെ ചെറിയ ഇടിവുകളൊന്നും ശാശ്വതമല്ലെന്ന സൂചനയാണ് വിപണിയിൽ നിന്നും വരുന്നത്. കാർഷിക വിപണിയിൽ അടുത്ത വാരം കനത്ത മഴയെ തുടർന്ന് റബ്ബർ ഉൽപാദന രാജ്യങ്ങളിൽ ഉൽപാദനം മന്ദഗതിയിൽ. ആഗോള കുരുമുളക് വിപണിയിലെ ക്ഷാമം മുതലാക്കി യൂറോപ്യൻ ബയർമാർ രാജ്യാന്തര സുഗന്ധവ്യഞ്ജന വിപണിയിൽ പിടിമുറക്കുന്നു. ക്രിസ്മസ് ആവേശം വെളിച്ചെണ്ണ വിപണിക്ക് പുത്തൻ ഉണർവ് സമ്മാനിക്കുന്നു. ആഗോള റബ്ബർ ഉൽപാദനത്തിലെ മുൻനിര രാജ്യമായ തായ്ലൻഡിൽ വെള്ളപ്പൊക്കം രൂക്ഷമായിരിക്കുകയാണ്. 5 ദശലക്ഷത്തിലധികം റബ്ബർ തോട്ടങ്ങൾ വെള്ളത്തിലാണ്. അടുത്ത മാസം മാത്രമേ ടാപ്പിംഗ് പുനരാരംഭിക്കാൻ കഴിയൂ. മാസാരംഭത്തിൽ 20,600 രൂപയിൽ നീങ്ങിയ ബാങ്കോക്ക് വിപണിയിൽ 4-ാം ഗ്രേഡിന് തുല്യമായ ഷീറ്റ് വില വാരാന്ത്യം 21,000 രൂപയ്ക്ക് മുകളിലാണ്. കയറ്റുമതിയിൽ തടസ്സം നേരിട്ടതായി സൂചനകളില്ലെങ്കിലും ആഗോള വിപണിയിൽ റബ്ബർ വില കുതിച്ചു കയറാൻ ഇടയുണ്ട്. സൂചനകളെ തുടർന്ന് ഏഷ്യയിലെ പ്രമുഖ റബ്ബർ അവധി വ്യാപാര കേന്ദ്രങ്ങളിൽ നിക്ഷേപകർ പിടിമുറുക്കി. അതേസമയം ടയർ ലോബിക്ക് ശക്തമായ സ്വാധീനമുള്ള ഇന്ത്യൻ മാർക്കറ്റിൽ ഉൽപ്പന്നം മുന്നേറാനുള്ള നീക്കത്തെ വ്യവസായികൾ തടഞ്ഞു.
മറ്റ് നിർവാഹമില്ലാതെ കിട്ടുന്ന വിലയ്ക്ക് ചരക്ക് വിറ്റുമാറാൻ ചെറുകിട കർഷകരെ നിർബന്ധിതരാക്കി. വൻകിട സ്റ്റോക്കിസ്റ്റുകളും തോട്ടമുടമകളും വിൽപ്പനയിൽ നിന്നും പിൻവലിച്ചതിനാൽ കൊച്ചി, കോട്ടയം, മലബാർ മേഖലകളിൽ ഷീറ്റ് വരവ് കുറവാണ്. ഇതിനിടയിൽ പല ഭാഗത്തും ശക്തമായ മഴ കാരണം റബ്ബർ വെട്ട് നടന്നില്ല. വാരാന്ത്യം 4ാം ഗ്രേഡ് ഷീറ്റ് 19,000 രൂപയിൽ വിപണനം നടന്നു. തെക്കൻ കേരളത്തിൽ നിന്നുള്ള മൂപ്പ് കുറഞ്ഞ കുരുമുളക് വരവ് ഇനിയും ശക്തമല്ല. നവംബറിൽ വിളവെടുപ്പ് ഊർജിതമാകുന്ന തെക്കൻ ജില്ലകളിലെ തോട്ടങ്ങളിൽ നിന്നുള്ള ലൈറ്റ് പെപ്പർ വരവിനെ ഉറ്റുനോക്കുകയാണ് വ്യവസായ ലോകം. തെക്കൻ ജില്ലകളിലെ വിപണികളിൽ 10 ടൺ വരെ കുരുമുളക് വിൽപ്പനയ്ക്കെത്തേണ്ട അവസരമാണിത്. ഉൽപാദനം കുറഞ്ഞതിനാൽ മൂപ്പ് കുറഞ്ഞ കുരുമുളകിന്റെ വില ഉയരുമെന്ന നിഗമനത്തിലാണ് ഉൽപാദകർ. വിളവെടുപ്പ് വൈകിയതിനാൽ കുരുമുളകിന്റെ മൂപ്പ് കൂടും. സത്ത് നിർമ്മാതാക്കളും അച്ചാർ വ്യവസായികളുമാണ് ആദ്യ ചരക്ക് സംഭരിക്കുന്നത്. മൂപ്പ് കുറഞ്ഞ കുരുമുളക് കിലോ 175 രൂപയാണ്. നല്ല കുരുമുളകിന്റെയും വിളവെടുപ്പ് വൈകാൻ ഇടയുണ്ട്. ആദ്യ വിളവെടുപ്പിന് തുടക്കം കുറിക്കുന്ന അടിമാലി മേഖലയിൽ നിന്നുള്ള ചരക്ക് വരവ് ഫെബ്രുവരിയിലേക്ക് നീളാനിടയുണ്ട്. അൺഗാർബിൾഡ് കുരുമുളക് വില ക്വിന്റലിന് 64,500 രൂപ. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്ത്യൻ നിരക്ക് ടണ്ണിന് $8,000. ആഗോള വിപണിയിൽ കുരുമുളക് ലഭ്യത ചുരുങ്ങിയതിനാൽ യൂറോപ്യൻ ബയർമാരെ ഏപ്രിൽ വരെ പ്രതീക്ഷിക്കുന്നുണ്ട്. ക്രിസ്മസ് വിൽപ്പന മുന്നിൽ കണ്ട് വൻകിട മില്ലുകാർ വെളിച്ചെണ്ണ വില ഉയർത്തി. ഉത്സവവേളയിൽ അമിത ലാഭത്തിൽ എണ്ണ വിറ്റുമാറാനാവുമെന്നാണ് കണക്കുകൂട്ടൽ. കേരളത്തിൽ സ്റ്റോക്ക് വിറ്റഴിക്കാൻ അവർ ഉത്സാഹിച്ചു. നാളികേരത്തിന്റെയും പച്ചത്തേങ്ങയുടെയും ലഭ്യത കുറവായതിനാൽ വ്യവസായികൾക്ക് വെളിച്ചെണ്ണ വില നിഷ്പ്രയാസം ഉയർത്താനായി. എന്നാൽ കൂടിയ വില നൽകി കൊപ്ര ശേഖരിക്കാൻ മില്ലുകാർ താൽപര്യം കാണിച്ചില്ല. ഉയർന്ന വിലയുടെ പ്രയോജനം കാർഷിക മേഖലയ്ക്ക് കിട്ടിയില്ല. കൊച്ചിയിൽ വെളിച്ചെണ്ണ 20,300 രൂപയിലും കൊപ്ര 13,900 രൂപയിലുമാണ്. കാങ്കയത്ത് എണ്ണ 19,500 രൂപയാണ്. ഇനി ലോഞ്ച് പാഡ്. പുതിയ ആഴ്ചയിൽ വിപണിയിലെത്തുന്ന പുത്തൻ താരങ്ങൾ. ആഗോള വിപണിയിലേക്ക് അരങ്ങേറ്റം കുറിക്കാനുള്ള ഒരുക്കത്തിലാണ് കിയ സിറോസ്. വില വിവരങ്ങൾ അറിയാൻ ഇനി 1 മാസം കാത്തിരുന്നാൽ മതി. പുതിയ കോമ്പാക്ട് SUV ആയ കിയ സിറോസിന് റീക്ലൈനിംഗ് പിൻസീറ്റുകൾ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതേ സവിശേഷത ഹ്യുണ്ടായി വെന്യൂവിലും ലഭ്യമാണ്. ഉയരമുള്ള രൂപകൽപ്പനയും റീക്ലൈനിംഗ് പിൻസീറ്റുകളും മൂലം വാഹനത്തിനകത്ത് കൂടുതൽ സ്പേസ് സൗകര്യം പ്രതീക്ഷിക്കുന്നുണ്ട്. 1.0 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ, 1.5 ലിറ്റർ ഡീസൽ എന്നിങ്ങനെ കിയ സിറോസ് 2 എഞ്ചിൻ ഓപ്ഷനുകളോടെയാകും എത്തുക. മാനുവൽ ഓട്ടോമാറ്റിക് മോഡലുകളും ലഭ്യമാകും. കൂടാതെ ടെറൈൻ മോഡലുകൾ, പനോരമിക് സൺറൂഫ്, 360 ഡിഗ്രി ക്യാമറ എന്നിങ്ങനെ നിരവധി സവിശേഷതകൾ കമ്പനി സജ്ജമാക്കുന്നുണ്ടെന്നാണ് സൂചനകൾ. ഈ മാസം 19-ന് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. എന്നാൽ വില വിവരങ്ങൾ അറിയാൻ അടുത്ത മാസം നടക്കുന്ന ഭാരത് മൊബിലിറ്റി എക്സ്പോ വരെ കാത്തിരിക്കേണ്ടി വരും. പുതുവർഷത്തിൽ കൂടുതൽ കരുത്തുള്ള ബാറ്ററികളാണ് മുൻനിര സ്മാർട്ട് ഫോൺ കമ്പനികളായ റെഡ്മിയും വൺപ്ലസും ഉറപ്പു നൽകുന്നത്. 7000 mAh ബാറ്ററികളാണ് കമ്പനികളുടെ വാഗ്ദാനം. ഉയർന്ന ബാറ്ററി ലൈഫുള്ള സ്മാർട്ട് ഫോണുകളുടെ പുതിയ യുഗത്തിന് തുടക്കമിടുകയാണ് റെഡ്മിയും വൺപ്ലസും. റെഡ്മി K90 സീരീസും OnePlus 14-നും ഈ മാറ്റം ആദ്യം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ചൈനീസ് കമ്പനികൾ ഓരോ വർഷവും ബാറ്ററി ശേഷി വർദ്ധിപ്പിക്കുന്ന പ്രവണത തുടരുന്നുണ്ട്. റിയൽമി ഇതിനോടകം 7000 mAh ബാറ്ററി വിപണിയിലെത്തിച്ചിട്ടുണ്ട്. അടുത്ത വർഷം 8000 mAh ബാറ്ററി എന്ന വലിയ കടമ്പയിലേക്കാണ് കമ്പനി നീങ്ങുന്നതെന്നാണ് വിപണിയിൽ നിന്നുള്ള സൂചന. അതേസമയം വിപണിയിൽ പ്രീമിയം വിഭാഗക്കാരായ ആപ്പിൾ, ഗൂഗിൾ, സാംസങ് തുടങ്ങിയ ബ്രാൻഡുകൾ മറ്റു ബ്രാൻഡുകളെ അപേക്ഷിച്ച് ഐഫോൺ, പിക്സൽ, ഗാലക്സി S സീരീസ് എന്നിവയിൽ ഇപ്പോഴും ചെറിയ ബാറ്ററികളാണ് ഉപയോഗിക്കുന്നത്. വിനോദവാരം. അടുത്ത വർഷം മലയാള സിനിമാ പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് സൂപ്പർ താരങ്ങളുടേതുൾപ്പെടെ ഒട്ടനവധി നല്ല ചിത്രങ്ങൾ. 2025 കളറാക്കാൻ റിലീസിന് തയ്യാറെടുക്കുന്ന ചിത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. അടുത്ത വർഷം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയുടെ വർഷമാണ്. കൗതുകമുണർത്തുന്ന ടീസറുകളും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററുകളും ഇതിനകം തന്നെ ജിജ്ഞാസ ഉണർത്തിക്കൊണ്ട് 2025 മോളിവുഡിന് ഒരു നാഴികക്കല്ലായ വർഷമായി മാറുകയാണ്. മലയാളികളുടെ ഹിറ്റ് ജോഡികളായ മോഹൻലാലും ശോഭനയും വീണ്ടും ഒന്നിക്കുകയാണ് തുടരും എന്ന ചിത്രത്തിലൂടെ. സംവിധാനം ചെയ്യുന്നത് തരുൺ മൂർത്തിയാണ്. ഫാമിലി കോമഡി ചിത്രമാണ് ഇത്. തരുണും KR സുനിലും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയത്. ജനുവരി 30-ന് ചിത്രം തിയേറ്ററുകളിലെത്തും.
ടൊവിനോ തോമസ്, തൃഷ കൃഷ്ണൻ, വിനയ് റായ് എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ച അഖിൽ പോളും അനസ് ഖാനും ചേർന്ന് തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് ഐഡന്റിറ്റി. ജനുവരിയിലാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. മോഹൻലാൽ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത ചിത്രമാണ് L2 എമ്പുരാൻ. മോഹൻലാൽ, മഞ്ജു വാര്യർ, പൃഥ്വിരാജ്, ടൊവിനോ തോമസ്, ഇന്ദ്രജിത് സുകുമാരൻ എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. മുരളി ഗോപി തിരക്കഥ എഴുതിയ ഈ ചിത്രം ലൂസിഫറിന്റെ 2ാം ഭാഗമാണ്. ചിത്രം മാർച്ച് 27 ലോകമെമ്പാടും റിലീസ് ചെയ്യും. റോജിൻ തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കത്തനാർ ദി വൈൽഡ് സോർസറർ. ജയസൂര്യയും അനുഷ്ക ഷെട്ടിയുമാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. കടമറ്റത്ത് കത്തനാരുടെ യഥാർത്ഥ ജീവിതകഥയെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രം 7 ഭാഷകളിൽ പുറത്തിറങ്ങും. ഏപ്രിലിലാണ് റിലീസിംഗ്. ഇനി പ്രധാന ഇവന്റുകൾ. രണ്ട് മ്യൂസിക് ഷോകൾ ഒരേ ദിവസം. കാത്തിരിക്കുകയാണ് കൊച്ചി. ഈ മാസം 21-ന് വിനീത് ശ്രീനിവാസൻ നയിക്കുന്ന കൺസേർട്ട് കൊച്ചി ദർബാർ ഹാളിൽ നടക്കും. 21-ന് സൂരജ് സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള പരിപാടിക്ക് ഒബ്രോൺ മാൾ വേദിയാകും. ഇതോടെ ബിസിനെക്സ്റ്റ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കാണാം. ബൈ.